നെക്സ്റ്റ് നമ്മൾ നമ്മുടെ മൊഡ്യൂൾ 6 ആണ്. മൊഡ്യൂൾ 6ൽ നമ്മൾ നമ്മുടെ ട്യൂറിംഗ് മെഷീൻസ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഒരു ഇൻഫിനിറ്റി ടേപ്പിനകത്ത് ഓരോ സെല്ലുകളായിട്ട് മാറ്റി ആ സെല്ലിനകത്ത് ഡേറ്റ നമ്മൾ കൊടുക്കുന്നതാണ് പഠിച്ചത്. ഇനി നമ്മൾ അതിൻ്റെ വേരിയൻസ് ഓഫ് ട്യൂറിംഗ് മെഷീൻസ് ആണ് പഠിക്കുന്നത്. അതായത് പല രീതിയിലുള്ള ട്യൂറിംഗ് മെഷീൻസ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാമെന്നുള്ളതാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീനെ നമ്മൾ UTM എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ്സ് ഒക്കെ ഡിജിറ്റൽ പഠിച്ചപ്പോൾ യൂണിവേഴ്സൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്യൂറിംഗ് മെഷീനാണ് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ട്യൂറിംഗ് മെഷീൻസിൻ്റെ ഇൻപുട്സുകളും അതിൻ്റെ കറസ്പോണ്ടിങ് ടേപ്പുകളും എൻകോഡ് ചെയ്ത് നമ്മൾ വേറൊരു ട്യൂറിംഗ് മെഷീൻസിനകത്ത് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന് വേറൊരു ട്യൂറിംഗ് മെഷീൻ്റെ ടേപ്പും വേറൊരു ട്യൂറിംഗ് മെഷീനകത്ത് നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ്ങും അതുപോലെ എടുത്ത് എൻകോഡ് ചെയ്ത് എങ്ങനെ നമ്മൾ വേറൊരു ട്യൂറിംഗ് മെഷീനകത്ത് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻസ് പറയുന്നത്. നമ്മൾ ട്യൂറിംഗ് മെഷീൻ എങ്ങനെയാണെന്ന് പറഞ്ഞു. ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് Q, സിഗ്മ, then ഗാമ, ഡെൽറ്റ, Q0, B, F ഇങ്ങനെയാണ് നമ്മുടെ ട്യൂറിംഗ് മെഷീൻസിനെ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. 7 ടപ്പിൾസ് ആയിട്ടാണ് ട്യൂറിംഗ് മെഷീൻസ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് Q, then സിഗ്മ, then ഗാമ, ഡെൽറ്റ, Q0, B ആൻഡ് F. നമുക്കറിയാവുന്നതാണ് Q എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്, ഇനിഷ്യൽ സ്റ്റേറ്റും ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റ്സും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് Q എന്ന് പറയുന്നത്. നമ്മൾ എത്ര സ്റ്റേറ്റുകൾ യൂസ് ചെയ്യുന്നു ആ സെറ്റിൻ്റെ ആ സ്റ്റേറ്റുകളുടെ എല്ലാം സെറ്റാണ് Q എന്ന് പറയുന്നത്. ദെൻ സിഗ്മ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്സ് ചിലപ്പോൾ 0യും 1ഉം മാത്രമേ യൂസ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ABC യൂസ് ചെയ്യുക അല്ലെങ്കിൽ AB യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏത് കൊടുക്കുന്നു ഇൻപുട്ട് ഏതിലുള്ള സ്ട്രിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതിനെയാണ് നമ്മൾ സിഗ്മ അല്ലെങ്കിൽ ഇൻപുട്ട് ആൽഫബറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഗാമ എന്ന് പറയുന്നത് നമ്മുടെ ടേപ്പിനകത്ത് വരുന്ന സിമ്പിൾസ് ഏതൊക്കെയാണ്. അത് യൂഷ്വലി നമ്മുടെ ഇൻപുട്ട് സിമ്പിൾസ് പ്ലസ് ഒരു ബ്ലാങ്കും കൂടെ വരും. അല്ലെങ്കിൽ അഡീഷണൽ നമ്മൾ ചിലതിൽ നമ്മൾ പാലൻഡ്രോമൊക്കെ ചെക്ക് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഒന്നിനെ നമ്മൾ X ആയിട്ടും മറ്റൊന്നിനെ Y ആയിട്ടും ഒക്കെ മാറ്റി ചെയ്തു. അപ്പോൾ നമ്മുടെ ഇൻപുട്സും ടേപ്പിനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ചില സ്പെഷ്യൽ സിമ്പിൾസും അല്ലെങ്കിൽ സ്പെഷ്യൽ ആൽഫബറ്റ്സും അതുപോലെ ബ്ലാങ്കും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഗാമ എന്ന് പറയുന്നത്. ഡെൽറ്റ എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസിഷൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, ഏതൊക്കെ ഇൻപുട്സ് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള ട്രാൻസിഷൻ ഫങ്ഷൻസ് ആണ് ഡെൽറ്റ പറയുന്നത്. ദെൻ Q0 എന്ന് പറയുന്നത് നമ്മുടെ ഇനിഷ്യൽ സ്റ്റേറ്റ് ആണ് Q0. B എന്ന് പറയുന്നത് ടേപ്പിലെ സിമ്പിളായ ബ്ലാങ്ക് ആണ് B. ദെൻ F ഇസ് ദ ഫൈനൽ സ്റ്റേറ്റ്. ചിലപ്പോൾ ഒരു ഫൈനൽ സ്റ്റേറ്റേ വരുള്ളൂ, ചിലപ്പോൾ ഒന്നിലധികം ഫൈനൽ സ്റ്റേറ്റ്സ് വരും. അപ്പോൾ ആ വരുന്ന ഫൈനൽ സ്റ്റേറ്റ് യൂഷ്വലി നമ്മൾ ട്യൂറിംഗ് മെഷീൻസിനകത്ത് ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ QF എന്ന് പഠിച്ചു അല്ലെങ്കിൽ Q accept എന്ന് പഠിച്ചു. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നമ്മുടെ ട്യൂറിംഗ് മെഷീൻ്റെ ഫൈനൽ സ്റ്റേറ്റ്, ഒന്നുകിൽ QF അല്ലെങ്കിൽ QA accept. ഓക്കെ, അപ്പോൾ ഇതാണ് ട്യൂറിംഗ് മെഷീൻസ് എന്ന് പറയുന്നത്. ഇനി ട്യൂറിംഗ് മെഷീൻസിന് നമ്മളിപ്പോൾ ഇതിനകത്ത് സെറ്റ് ഓഫ് Qന് സെറ്റ് ഓഫ് ഒരു സ്റ്റേറ്റ്സ് തരുന്നു, സിഗ്മ സെറ്റ് ഓഫ് ഇൻപുട്സ് വന്നു, ദെൻ ഗാമ സെറ്റ് ഓഫ് ആൽഫബറ്റ്സ് ഇൻ ടേപ്പ്, ദെൻ ഡെൽറ്റ ട്രാൻസിഷൻസ് തന്നു, Q0, B ഇതെല്ലാം തന്നു കഴിഞ്ഞാൽ ഇതിനെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇതിപ്പോൾ U എന്ന് പറയുന്ന ട്യൂറിംഗ് മെഷീൻ ആണെങ്കിൽ നമ്മൾ T എന്ന് പറയുന്ന ട്യൂറിംഗ് മെഷീനിൽ നിന്ന് ഇതിൻ്റെ സ്ട്രിങ്സും ഇതിൻ്റെ ഇൻപുട്സും എല്ലാം കൂടി നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്താണ് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻസ് ആയ U കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്നുള്ള ഇൻപുട്സും ഇതിൻ്റെ സ്ട്രിങ്സും അല്ലെങ്കിൽ ഇതിനകത്ത് നടക്കുന്ന ട്രാൻസിഷൻസും ഇതിലേക്ക് എടുക്കുമ്പോൾ അവിടെ നമ്മൾ ചില എൻകോഡിങ് സ്കീമുകൾ എങ്ങനെ നമുക്ക് എഴുതാം എന്നുള്ളതാണ് എൻകോഡിങ് നമ്മളുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്സും സ്ട്രിങ്സും വേറൊരു ട്യൂറിംഗ് മെഷീനിലേക്ക് എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ
എൻകോഡിംഗ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എൻകോഡിംഗ് സ്കീമാണ് ബൈനറി എൻകോഡിംഗ് സ്കീം എന്ന് പറയുന്നത്. നമ്മുടെ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീനകത്ത് നമ്മൾ എൻകോഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്കീമാണ് ബൈനറി എൻകോഡിംഗ് സ്കീം എന്ന് പറയുന്നത്. എൻകോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ട്യൂറിംഗ് മെഷീനിൽ നിന്നുള്ള ഇൻപുട്സിനെയും അതിൻ്റെ സ്ട്രിങ്സിനെയും കറസ്പോണ്ടിങ് വേറൊരു ട്യൂറിംഗ് മെഷീനിലേക്ക് അപ്ലൈ ചെയ്ത് എങ്ങനെ അതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ എങ്ങനെ അതിൻ്റെ വർക്കിംഗ് എന്നുള്ളത്, റെപ്രസെൻറ്റേഷൻസ് എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു യു എന്ന് പറയുന്ന ട്യൂറിംഗ് മെഷീൻ്റെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് എന്ന് പറയുന്നതാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീനകത്ത് യൂസ് ചെയ്യുന്ന ഒരു എൻകോഡിംഗ് സ്കീമാണ് ബൈനറി എൻകോഡിംഗ് സ്കീം. ഓക്കെ, ഇനി എന്താണ് ബൈനറി എൻകോഡിംഗ് സ്കീം ചെയ്യുന്നതെന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കുക. ബൈനറി എന്ന് പറഞ്ഞാൽ നമ്മൾ ലോജിക് സിസ്റ്റം ഡിസൈനകത്ത് പഠിച്ചതാണ്. ബൈനറി എന്ന് പറയുമ്പോൾ 0യും 1ഉം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ബൈനറീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തരുന്ന സ്റ്റേറ്റുകളായാലും നമ്മൾക്ക് തരുന്ന ഇൻപുട്ട് ആൽഫബറ്റ്സുകളായാലും നമുക്ക് തരുന്ന ടേപ്പ് സിമ്പിൾസ് ആയാലും അതുപോലെ ട്രാൻസിഷൻ ഫങ്ഷൻസ് ആയാലും ഇൻപുട്ട് സ്റ്റേറ്റ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് ആയാലും അതിനെല്ലാം നമ്മൾ 1s and 0s ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു ഫോമാണ് ബൈനറി എൻകോഡിംഗ് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ട്യൂറിംഗ് മെഷീൻ്റെ ഇൻപുട്സും അതിൻ്റെ സ്ട്രിങ്സും വേറൊരു ട്യൂറിംഗ് മെഷീൻ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ട്രാൻസിഷൻസ് വേറൊരു ട്യൂറിംഗ് മെഷീനിലേക്ക് എഴുതുന്നു അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കീമാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എൻകോഡിംഗ് സ്കീമാണ് ബൈനറി എൻകോഡിംഗ് എന്ന് പറയുന്നത്. സോ ആ ബൈനറി എന്ന് പറയുമ്പോൾ നമ്മൾ ലോജിക് സിസ്റ്റം ഡിസൈനകത്ത് പറഞ്ഞതുപോലെ 0യും 1ഉം വെച്ചിട്ടുള്ള എൻകോഡിങ്സ് ആണ് ബൈനറി എൻകോഡിംഗ് സ്കീം എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മളൊരു ട്യൂറിംഗ് മെഷീൻസിന് ഈ 7 ടപ്പിൾസ് ഉണ്ട്, ആ 7 ടപ്പിൾസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ നമ്മൾ ബൈനറി എൻകോഡിംഗ് സ്കീം യൂസ് ചെയ്ത് യൂണിവേഴ്സലിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ മെയിനായിട്ട് കാര്യങ്ങളെന്ന് പറയുന്നത് 0യും 1ഉം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ 1 എന്ന് പറയുന്നത് 1 അല്ലെങ്കിൽ സ്ട്രിങ്സ് ഓഫ് 1 അല്ലെങ്കിൽ സ്ട്രിങ്സ് ഓഫ് 1 അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് 1 ആണ് നമ്മൾ ഡേറ്റ നമുക്ക് തരുന്ന ഓരോ സ്റ്റേറ്റ് ആയാലും നമുക്ക് തരുന്ന ഓരോ ഇൻപുട്ട്സ് ആയാലും അല്ലെങ്കിൽ നമുക്ക് തരുന്ന ട്രാൻസിഷൻ ഫങ്ഷൻസിൽ ഓരോന്നിനും നമ്മൾ 1 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. നമ്മൾ ഇവിടെ 0 എന്ന് പറയുന്നത് സെപ്പറേറ്ററായിട്ട് യൂസ് ചെയ്യും. തിരിച്ചും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. 0 എന്ന് പറയുന്നത് നമുക്ക് ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്യാനും 1 എന്ന് പറയുന്നത് സെപ്പറേറ്ററായിട്ട് യൂസ് ചെയ്യും. ഞാനിവിടെ 1 എന്ന് പറയുന്നത് നമ്മുടെ കറസ്പോണ്ടിങ് ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്യാനും സ്ട്രിങ് ഓഫ് 1 ആണ്. ഒന്നുകിൽ 1 അല്ലെങ്കിൽ 2 1 അല്ലെങ്കിൽ 3 1 അല്ലെങ്കിൽ 4 1. അപ്പോൾ ആ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് സ്ട്രിങ്സ് ഓഫ് 1 എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിനെയും നമ്മൾ 1 വെച്ചോ 2 1 വെച്ചോ 3 1 വെച്ചോ 4 1 വെച്ചോ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. ഇത് ഓരോന്നിനെയും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി എന്ത് ചെയ്യും, 0 അല്ലെങ്കിൽ 00 എന്ന് പറയുന്നത് യൂസ് ചെയ്യും. അപ്പോൾ എവിടെയൊക്കെ നമ്മൾ 1 യൂസ് ചെയ്യും, എവിടെയൊക്കെ ഡബിൾ 1s യൂസ് ചെയ്യും, എവിടെയൊക്കെ ട്രിപ്പിൾ 1s യൂസ് ചെയ്യും, അതുപോലെ എവിടെയൊക്കെ നമ്മൾ സിംഗിൾ 0 ഡബിൾ 0 എന്ന് പറയുന്നത് യൂസ് ചെയ്യും. എങ്ങനെ നമ്മളതിനെ ട്യൂറിംഗ് മെഷീനിൽ എഴുതും, അതാണ് ബൈനറി എൻകോഡിംഗ് സ്കീമിനകത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമ്മുടെ ട്യൂറിംഗ് മെഷീൻ നമ്മൾ പറഞ്ഞു. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതുന്നു. ട്യൂറിംഗ് മെഷീൻ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഫസ്റ്റ് Q0 Q accept. ഇതെന്താണ് മീനിങ്? ഇത് നമ്മുടെ എന്താണ് Q ആണ്, കോമ 0, 1 ഇത് നമ്മുടെ സിഗ്മ ആണ്. ദെൻ 0 1 B സെറ്റ് ഓഫ് 0 1 B ഇതെന്താണ് നമ്മുടെ ഗാമയാണ്. ദെൻ ഡെൽറ്റ ഓഫ് Q0 0 is equal to Q0 0 R, comma delta of Q0 1 is equal to Q0 1 R, comma delta of Q0 B is equal to Q0 B is equal to Q accept, comma 1, comma L. Okay, comma Q0, comma B, comma Q
നമ്മുടെ 7 ടപ്പിൾസിനെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത് ക്യൂ, സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്. രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് സിഗ്മ, നമ്മുടെ ഇൻപുട്ട് ആൽഫബറ്റ്സ് ആണ് സിഗ്മ. ദെൻ അടുത്ത ഒരു സെറ്റ് എന്ന് പറയുന്നത് ഗാമ, നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് സിമ്പിൾസ് ഏതൊക്കെയാണ്. അത് നമ്മുടെ ഇൻപുട്ട് സിമ്പിളും വരും, പ്ലസ് ബ്ലാങ്ക് സിമ്പിൾസ് അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ഏതെങ്കിലും വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ അഡീഷണൽ വേരിയബിൾസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ബ്ലാങ്കും നമ്മുടെ ഇൻപുട്ട് സിമ്പിൾസായ 0യും 1ഉം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ദെൻ നമുക്കൊരു 3 ട്രാൻസിഷൻ ഫംഗ്ഷൻസും ഉണ്ട്. ഡെൽറ്റ ഓഫ് Q00 എന്ന് പറയുന്നൊരു ട്രാൻസിഷൻ ഫംഗ്ഷൻ ഉണ്ട്. ഡെൽറ്റ ഓഫ് Q01 ഉണ്ട്. ഡെൽറ്റ ഓഫ് Q0B ഉണ്ട്. അതായത് Q0 എന്ന് പറയുന്നതും Q accept എന്ന് പറയുന്ന 2 സ്റ്റേറ്റ് നമുക്കുള്ളൂ. Q0 ഇനിഷ്യൽ സ്റ്റേറ്റും Q accept എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റുമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് 0 കൊടുക്കുമ്പോൾ ഒരു ട്രാൻസിഷനുണ്ട്, 1 കൊടുക്കുമ്പോൾ ഒരു ട്രാൻസിഷനുണ്ട്, ബ്ലാങ്ക് കൊടുക്കുമ്പോൾ ഒരു ട്രാൻസിഷനുണ്ട്. ദെൻ ഇത് കഴിഞ്ഞിട്ട് അടുത്ത കോമൺ Q0 എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സ്റ്റാർട്ട് സ്റ്റേറ്റ്, അതാണ് Q0 എന്ന് പറയുന്നത്. B ഈസ് നമ്മുടെ ബ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ബ്ലാങ്ക് ലെറ്റർ അല്ലെങ്കിൽ വേരിയബിളാണ്. Q acceptors ഫൈനൽ. ഇത്രയാണ് നമ്മുടെ 7 ടപ്പിൾസ്. ട്യൂറിംഗ് മെഷീൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന 7 ടപ്പിൾസുടെ എക്സാമ്പിളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ നമ്മൾ ബൈനറി എൻകോഡിങ് വെച്ചിട്ട് ട്യൂറിംഗ് മെഷീൻസ്, വേറൊരു യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ എങ്ങനെ എഴുതുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിനകത്ത് എന്ത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, 1 യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഡേറ്റയ്ക്ക് സെപ്പറേറ്ററിന് വേണ്ടിയിട്ട് 0 യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ പറയുന്നത്. ശ്രദ്ധിക്കാൻ എളുപ്പമാണ്. Q0ക്ക് ഞാനൊരു 1 കൊടുത്തു. Q01 കൊടുക്കുമ്പോൾ സ്റ്റേറ്റിൻ്റെ അടുത്തത് Q accept ആണ്. അപ്പോൾ അതിനും 1 വരുന്ന ഒരു സ്ട്രിങ്സേ കൊടുക്കാം. അപ്പോൾ അതിന് ഞാൻ 2 1 കൊടുത്തു. Q0ക്ക് ഞാനൊരു 1 കൊടുത്തു. കാരണം ഡേറ്റ നമ്മൾ ഇതിനകത്ത് എഴുതുന്ന ഓരോന്നിനും എന്താണ് 1ൻ്റെ സ്ട്രിങ്സാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 1 കൊടുത്തു. ദെൻ അടുത്തൊരു സ്റ്റേറ്റ് Q accept, അത് നമുക്ക് വേണ്ടുന്നതാണ്. സോ 2 1 കൊടുത്തു. ഇവിടെ ഒരു കോമ വേണ്ടുന്നില്ല ഈ സെറ്റിന് ഇടയ്ക്ക്. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്യാമെന്നാണ് മീനിങ്. സോ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സിംഗിൾ 0 കൊടുത്തു. ഒരു സെറ്റിനകത്ത് തന്നെയുള്ള വാല്യൂസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 0 കൊടുത്തു. അപ്പോൾ നമ്മുടെ ട്യൂറിംഗ് മെഷീൻസ് എഴുതുമ്പോൾ എങ്ങനെ വരും, 1 0 1 1. ഓക്കെ, 1 0 1 1. ഈ 1 0 1 1 എന്താണ്, നമ്മുടെ Q accept എന്ന് പറയുന്ന നമ്മുടെ സെറ്റാണ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് അടുത്തത് ഒരു ഇൻപുട്ട് സിമ്പിൾസിന് മുമ്പ് ഒരു കോമ, അതായത് 2 സെറ്റുകളെ തമ്മിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ 2 സെറ്റുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 0ൻ്റെ ഡബിൾ യൂസ് ചെയ്യും, ഡബിൾ 0. ഓക്കെ, അപ്പോൾ സിംഗിൾ 0 യൂസ് ചെയ്യുന്നത് ഒരു സെറ്റിനകത്ത് തന്നെയുള്ള ഇൻഫർമേഷൻസിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് സിംഗിൾ 0 യൂസ് ചെയ്യുന്നത്. ഡബിൾ 0 യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്, 2 സെറ്റുകളെ തമ്മിൽ തിരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡബിൾ 0s യൂസ് ചെയ്യും. ഓക്കെ, ദെൻ വീണ്ടും നമ്മൾ വരുന്നു. 0 റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് വാല്യൂ ആണ്. അപ്പോൾ 1 ഉപയോഗിച്ചു. 1 റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ 2 1 യൂസ് ചെയ്തു. ദെൻ ഈ കോമ റെപ്രസെൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു സെപ്പറേറ്റ് സിംഗിൾ 0. അപ്പോൾ അതെന്ത് വരും, ഇവിടെ ഒരു ഡബിൾ 0 ഉണ്ട് സെപ്പറേറ്ററിന്. ദെൻ 1 0 1 1. ഈ 1 0 1 1 സിഗ്മ. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും 2 സെറ്റുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഡബിൾ 0. ഓക്കെ, ദെൻ 0 1 B അല്ലേ. 0ക്ക് നമ്മൾ 1 കൊടുത്തു, 1ന് 2 1 കൊടുത്തു. വീണ്ടും മൂന്നാമതൊരെണ്ണം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു, 3 1 കൊടുത്തു. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് കൊടുക്കണം, 0 കൊടുക്കണം. അപ്പോഴേ സെപ്പറേറ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, 1 0 1 1 0 1 1 1. ഇതെന്താണ്, നമ്മുടെ ഗാമയാണ്. ദെൻ വീണ്ടും നമുക്ക് എന്ത് വരും, ഒരു സെപ്പറേറ്റർ വരും. അപ്പോൾ അവിടെ ഡബിൾ 0 കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെൽറ്റ ഫംഗ്ഷൻ എല്ലാം കൂടി ചേർത്ത് നമ്മുടെ ക്യൂവിനകത്ത് Q, സിഗ്മ, ഗാമ, ഡെൽറ്റ അല്ലേ. ഡെൽറ്റ എന്ന് പറയുന്നത് എല്ലാ ട്രാൻസാക്ഷൻ ഫംഗ്ഷനും കൂടി ചേർത്തിട്ടുള്ളതാണ് ഡെൽറ്റ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്കിവിടെ എത്ര ഡെൽറ്റ ഫംഗ്ഷൻസ് ഉണ്ട്, 3 എണ്ണം ഉണ്ട്. സോ 3നെയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. ഇനി Q0 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി Q0ക്ക് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്, എന്താണ് 1. 0ക്ക് നമ്മൾ ഓൾറെഡി ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട് 1. ഇതിനിടയ്ക്ക് എന്ത് കൊടുക്കണം, ഒരു സെപ്പറേറ്ററായ 0 കൊടുക്കും. ഓക്കെ, ഈക്വൽ ടു, ഇത് സെറ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്നതല്ലല്ലോ, ട്രാൻസിഷൻസിൻ്റെ വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു സിംഗിൾ 0 കൊടുത്താൽ മതി ഈക്വലിന് വേണ്ടിയിട്ട്. ദെൻ Q0
Q0 ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ് 1. ദെൻ 0 സെപ്പറേറ്റർ കോമ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് 0 കൊടുത്തു. ദെൻ 0യെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ 1 തന്നെയാണ് നേരത്തെ കൊടുത്തിട്ടുള്ളത്. ദെൻ കോമയ്ക്ക് വേണ്ടിയിട്ട് 0 കൊടുത്തു. ദെൻ R എന്ന് പറയുന്ന 2 ഡയറക്ഷനിലേക്കേ പോകാൻ പറ്റുള്ളൂ, ഒന്ന് ലെഫ്റ്റും ഒന്ന് റൈറ്റും. നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നു L എന്ന് പറയുന്നത് ഒരു 1ഉം R എന്ന് പറയുന്നത് ഡബിൾ 1ഉം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ R റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഡബിൾ 1 വെച്ച്. ദെൻ ആ ഒരു ട്രാൻസിഷൻ കഴിഞ്ഞു, അപ്പോൾ ഒരു 0 കൊടുത്തു. ദെൻ ഈ കോമയ്ക്ക് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഡബിൾ 0 കൊടുക്കരുത്. കാരണം ട്രാൻസിഷൻസ് എല്ലാം കൂടി ചേർത്തതാണ് ഒരു ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 സെറ്റുകൾ സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ 2 0 കൊടുക്കുന്നത്. ഡെൽറ്റ ട്രാൻസിഷൻസ് എല്ലാം കൂടി ഒരു സെറ്റിനകത്താണ് വരുന്നത്. അപ്പോൾ അവിടെ സെപ്പറേഷൻസ് സെറ്റിന് പുറത്തല്ല, സെറ്റിനകത്ത് തന്നെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു 0 കൊടുത്താൽ മതിയാവും. ദെൻ Q0 1 എന്ന് പറയുന്ന അടുത്ത ഡെൽറ്റ ഫംഗ്ഷൻ. Q0 ഈസ് ഓൾറെഡി 1. ദെൻ സെപ്പറേറ്ററായ 0. ഇനി 1ന് പകരം നമ്മൾ നേരത്തെ എന്താ കൊടുത്തേ? ഡബിൾ 1. ഓക്കെ, ഡബിൾ 1 കൊടുത്തു. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സെപ്പറേറ്റർ എന്ന് പറയുന്നത് 0 കൊടുത്തു. ദെൻ വീണ്ടും Q0 ഈസ് 1, സെപ്പറേറ്ററായ 0. 1ന് നമ്മൾ ഡബിൾ 1. ദെൻ വീണ്ടും ഒരു 0. ദെൻ Rന് പകരം എന്ത് കൊടുക്കും? ഡബിൾ 1. ദെൻ വീണ്ടും ഒരു 0 സെപ്പറേറ്റർ. തിരിച്ച് വീണ്ടും നമ്മൾ വരുന്നു അടുത്ത ഡെൽറ്റ ഫംഗ്ഷൻ. Q0 ഈസ് 1, കോമയ്ക്ക് പകരം 0. ബിക്ക് പകരം നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട് എന്താണ്? 3 1കൾ. ഓക്കെ, ദെൻ ഒരു സെപ്പറേറ്റർ 0. Q അക്സെപ്റ്റിന് പകരം നമ്മൾ നേരത്തെ എന്താ കൊടുത്തേ? ഡബിൾ 1 0. ദെൻ 1ന് പകരം ഡബിൾ 1. ദെൻ വീണ്ടും ഒരു 0. Lന് പകരം നമ്മൾ ഒരു 1 ആണ് കൊടുത്തിരിക്കുന്നത്. സോ എന്തായി? നമ്മുടെ ട്രാൻസിഷൻസ് എല്ലാമായി. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ചാണ് എഴുതുക. ട്രാൻസിഷൻസ് എല്ലാം ആയി. ഇനി എന്ത് ചെയ്യും? ട്രാൻസിഷൻസ് കഴിഞ്ഞാൽ ആ സെറ്റ് കഴിഞ്ഞു. സെറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഡബിൾ 0 വെച്ച് സെപ്പറേറ്റ് ചെയ്യും. പിന്നെ വരുന്നത് ഏതാ? Q0. Q0 ഓൾറെഡി എന്താണ്? 1 ആണ്. ദെൻ കോമയ്ക്ക് പകരം 0, ബിക്ക് പകരം 3 1. വീണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് Q0 കഴിഞ്ഞാൽ ഡബിൾ 0 ആണ്. ദെൻ 3 1, വീണ്ടും ഡബിൾ 0, ആ സെറ്റും കഴിഞ്ഞു. ദെൻ Q അക്സെപ്റ്റിന് വേണ്ടിയിട്ട് ഡബിൾ 1. അപ്പോൾ നമ്മൾ ഈ ട്യൂറിംഗ് മെഷീൻസ് 1 and 0 ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ TM is equal to 1 0 1 1, then 0 0 1 0 1 1 0 0 1 0 1 1 0 1 1 1, then double 0, then 1 0 1 0 1 0 1 0 1 1 0 1 0 1 1 0 1 0 1 1 0 1 1 0 1 0 1 1 0 double 1 0 double 1 0 1. Then അടുത്തതെന്ന് പറയുന്നത് ഡബിൾ 0 1 ഡബിൾ 0 ട്രിപ്പിൾ 1 ഡബിൾ 0 ഡബിൾ. ഇതാണ് ആ ട്യൂറിംഗ് മെഷീൻസ് നമ്മൾ ബൈനറി എൻകോഡിംഗ് സ്കീമിൽ എഴുതുമ്പോൾ. ആദ്യത്തേതെന്ന് പറയുന്നത് Q ആണ്. ദെൻ ഇത് സെപ്പറേറ്റർ ആണ്. ദെൻ അത് കഴിഞ്ഞ് വരുന്നത് സിഗ്മയാണ്. ദെൻ സെപ്പറേറ്റർ. അത് കഴിഞ്ഞ് വരുന്നത് ഗാമയാണ്. ദെൻ വീണ്ടും സെപ്പറേറ്റർ. അത് കഴിഞ്ഞ് നമുക്കിനി അടുത്ത ഡബിൾ 0 വരുന്നത് വരെ എന്താണ്? ഡെൽറ്റ ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഇത് ചേർത്ത് ഒരുമിച്ചാണ് വരിക. അവിടെ നിന്ന് നമ്മൾ ഈ ഇതുവരെ എന്താണ്? നമുക്ക് ഡെൽറ്റയാണ്. ദെൻ ഒരു സെപ്പറേറ്റർ, ദെൻ Q0, ദെൻ വീണ്ടും സെപ്പറേറ്റർ, ദെൻ B, ദെൻ വീണ്ടും സെപ്പറേറ്റർ, ദെൻ Q അക്സെപ്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ ബൈനറി എൻകോഡിംഗ് സ്കീം വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ട്യൂറിംഗ് മെഷീൻസും അതിനകത്തുള്ള സ്റ്റേറ്റും സിഗ്മയും ഗാമയും ഡെൽറ്റ ഫങ്ഷൻസും ഇൻപുട്ട് സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റും ബിയും അതായത് ബ്ലാങ്ക് സിമ്പലും
ഫൈനൽ അല്ലെങ്കിൽ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റും തന്നു കഴിഞ്ഞാൽ അതിനെ ബൈനറി എൻകോഡിംഗ് സ്കീമിൽ എഴുതുന്നത് എങ്ങനെയായിരിക്കും? മൊത്തം എന്തേ ഉണ്ടാവുള്ളൂ അതിനകത്ത്? സ്റ്റേറ്റുകളോ ഇൻപുട്സുകളോ എന്ന് പറഞ്ഞ് നമുക്ക് സെപ്പറേറ്റ് ഇല്ല. എന്താണ്? 1കളും 0കളും മാത്രമേ ഉള്ളൂ. 1 നമ്മൾ ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്യാനും 0യുടെ സ്ട്രിങ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സെപ്പറേറ്ററിന് വേണ്ടിയിട്ട്. അതൊരു സെറ്റിനകത്തുള്ള കോമാസ് സെപ്പറേറ്റ് ചെയ്യാൻ സിംഗിൾ 0യും 2 സെറ്റുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഡബിൾ 0യും യൂസ് ചെയ്യും. ഇനി ഇൻപുട്സുകൾ ഒരു സ്റ്റേറ്റേ ഉള്ളെങ്കിൽ 1 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. 2 സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ഒന്നിനെ 1 വെച്ചും അടുത്തതിനെ ഇങ്ങനെ 2 1കൾ വെച്ച് ഇവിടെ ഇപ്പോൾ നമുക്ക് 2 സ്റ്റേറ്റേ ഉള്ളൂ, Q0യും Q accept. Q0 Q1 Q accept ആയിരുന്നെങ്കിൽ 3 സ്റ്റേറ്റുകൾ. അപ്പോൾ എന്ത് ചെയ്യും? Q0 Q1, Q1ന് 2 1, Q acceptന് 3 1, അങ്ങനെ നമ്മൾ കൊടുക്കും. ദെൻ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സിന് ഓരോന്നിനും 1ൻ്റെ ഫോമിൽ കൊടുക്കും. സെപ്പറേറ്റ് ചെയ്യാൻ 0s യൂസ് ചെയ്യും. ദെൻ നമ്മുടെ ഗാമ. ദെൻ വി കംസ് ടു ഡെൽറ്റ ഫങ്ഷൻസ്. ദെൻ സ്റ്റാർട്ട് സ്റ്റേറ്റ്, ദെൻ ബ്ലാങ്ക്, ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? 1 and 0 ഫോമിലാണ് എഴുതുന്നത്. സെപ്പറേറ്റർ 0യും ഡേറ്റ 1ഉം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. 2 സെറ്റുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഡബിൾ 0യും ഒരു സെറ്റിനകത്തുള്ള എലമെൻറ്റ്സ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ സിംഗിൾ 0യും വെച്ചിട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീനകത്ത് ബൈനറി എൻകോഡിംഗ് സ്കീം യൂസ് ചെയ്തുകൊണ്ട് റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നത്. ഒരു ട്യൂറിംഗ് മെഷീൻ്റെ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെയ്യുന്നത്. ഓക്കെ.